എടാ മോനെ മോനെ गंगा भैया वो ऐसे दौड़ के आया അമ്പേട്ടാ എന്നിട്ട് ഇത് നമ്മൾ ഭീകര ആവേശത്തില്ല കേട്ടോ. ആവേശം എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ലഡു പൊട്ടിയില്ലേ. നമ്മൾ ആവേശത്തിൻ്റെ ഒരു ലുക്ക് ചെയ്യാൻ പോവാണ്. ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ തലയിലാണ് ചെയ്യുന്നത്. നമ്മുടെ ചങ്ക് പയ്യൻ നമ്മുടെ ജഗത്തിനെയാണ് നമ്മൾ ഈ ലുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജഗത്തിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി ഗംഭീര ഒരു ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിൻ്റെ തലയിൽ വളരെ കുട്ടിക്കാലം മുതൽ ഞാൻ മുടി വെട്ടിക്കൊണ്ടിരുന്ന പയ്യനാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ആരാധകനാണ് അല്ലേ. ഫഫയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചേട്ടാ എൻ്റെ തല ചെയ്യാൻ പറ്റുമോ എന്ന് പല സ്ഥലങ്ങളിലും പോയി പല സാധനങ്ങളും കളക്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ പോയി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു, അതിൻ്റെ ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്നോടൊപ്പം ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചങ്ക് ശ്രീയാണ്. ശ്രീയെ നിങ്ങൾക്കറിയാം, കാരണം ശ്രീ ഗംഭീര ആർട്ടിസ്റ്റാണ്. നമ്മളുടെ ഈ ഒരു പുതിയ ഒരു ലുക്ക്, കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് വർക്കായിരുന്നു ഇത്. കാരണം ഷാജി പാപ്പൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരിപ്പം എടാ മോനെ എന്ന് പറയാൻ വേണ്ടി ഫഹദ് ഫാസിലിൻ്റെ ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഒരു ആവേശം തന്ന ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അദ്ദേഹത്തിന് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഇത് കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തതാണ്. വാലിബൻ നടക്കുന്ന സമയത്തായിരുന്നു ഇതിൻ്റെ വർക്ക്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറി അവിടെ ചെന്ന് ഈ വർക്ക് ചെയ്തു. അത് ഗംഭീര ഒരു അനുഭവമായിരുന്നു. കാരണം അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. സിനിമ കണ്ടില്ലേ, എൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ഇത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ വളരെ സന്തോഷമാണ്. കാരണം ആവേശത്തിൻ്റെ എല്ലാ ടീമിനും പ്രൊഡ്യൂസർ, അതോടൊപ്പം തന്നെ നമ്മുടെ എൻ്റെ ഡയറക്ടർ, പ്രത്യേകിച്ചും ഫഫ, അവരോടൊക്കെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ അതോടെ ഈ ഒരു ലുക്ക് എനിക്കപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ ശ്രീയോട് പറഞ്ഞപ്പോൾ ശ്രീയുടെ ഒരു കട്ട സപ്പോർട്ട് ഇങ്ങോട്ട് ഉണ്ട്. ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത് മുടിയിലാണ്. അപ്പോൾ മുടിയിൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊരു ആവേശമായിരിക്കും കാണാൻ. അതെ. അപ്പൊ എന്തായാലും ഇത് ഈ സിനിമ ഞങ്ങൾക്ക് തന്ന പ്രചോദനം. സിനിമ ഇപ്പോൾ എത്ര 100 കോടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ 100 കോടിയിലേക്ക് കടന്നപ്പോൾ അതിന്റെ ഒരു ആവേശമായിട്ട് നമ്മുടെ ജഗത്ത് സെൻറ്ററിൽ നമ്മുടെ ജഗത്തിനെ വെച്ചിട്ട് ഒരു സംഭവം ചെയ്യാം. നമ്മുടെ ജഗത്തിന്റെ തലയുടെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ നമ്മുടെ രംഗണയുടെ ലുക്ക് നമ്മളിപ്പോൾ തലയിൽ ചെയ്യാൻ പോകണം. ജഗത്ത് ഗംഭീര ഫുട്ബോളറാണ്, ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളറാണ്. ജഗത്തിന്റെ ചേട്ടനും ഇതുപോലെ സ്പോർട്സിലൊക്കെ ഭയങ്കര ഇതല്ലേ. അദ്ദേഹത്തിന്റെ തലയിലും പെങ്ങളുടെ കബനി അല്ലേ, കബനിയുടെ തലയിലൊക്കെ ഞങ്ങളിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ജഗത്ത് ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഫഹദ് ഫാസിലിനോടുള്ള ആരാധന മൂത്ത്. എന്തായാലും പിള്ളേരുടെ ഈ പ്രചോദനം എന്ന് പറയുന്നത് ഒരു യൂത്തിലെ ഇവിടുത്തെ ആപ്കമിങ് ഫഫയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫഫ. ഇത് നിങ്ങൾ ഇത്രയും നാളും എനിക്ക് തന്നൊരു സപ്പോർട്ട്, അതൊരു വലിയൊരു സപ്പോർട്ടാണ്. കാരണം ഇനി കുറേ അധികം വർക്കുകൾ എനിക്ക് അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ പറ്റി. അതൊക്കെ എല്ലാം നല്ല സൂപ്പർ ഹിറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അദ്ദേഹം തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന സാധനം. പുള്ളി ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി നമ്മൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു ലുക്ക് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ കിരണിനോടൊപ്പം വീണ്ടും നരസിംഹസ്വാമി ആൻഡ് ശ്രീ ആൻഡ് ജഗത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇനി കണ്ട് അറിയുക ഈ ആവേശം. പച്ചയാ ചാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കടാ ചാട.
ചെങ്ങൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്?